ആദ്യ വീക്കെൻഡ് കൊണ്ട് തന്നെ എക്കാലത്തെയും വലിയ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ പട്ടികയിൽ രൺബീർ സിംഗിന്റെ ദുരന്തർ ദ റിവെഞ്ച് ഇടം നേടിക്കഴിഞ്ഞു. റെക്കോർഡുകളുടെ ഒരു നിര തന്നെ ദുരന്തർ 2 വെട്ടിപ്പിടിക്കുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ 1000 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ഇന്ത്യൻ സിനിമ എന്ന നേട്ടം ഇപ്പോൾ ദുരന്തറിനും സ്വന്തമാണ്. റിലീസ് ചെയ്ത് 7 ദിവസങ്ങൾ കൊണ്ട് 1088 കോടി ആഗോള ഗ്രോസ് നേടിയാണ് ചിത്രം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഒരാഴ്ചയിൽ 1000 കോടി പിന്നിട്ട മറ്റൊരു ചിത്രം പുഷ്പ 2 ആണ്. കേരളത്തിൽ നിന്നുമുണ്ട് ദുരന്തറിന് ഒരു റെക്കോർഡ്. കേരളത്തിൽ ഒരു ഹിന്ദി ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇപ്പോൾ ആദിത്യധർ സംവിധാനം ചെയ്ത ദുരന്തർ 2വിന് സ്വന്തമാണ്. 11 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 15.5 കോടിയാണ് ദുരന്തർ 2 കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു ബോളിവുഡ് ചിത്രം കേരളത്തിൽ 15 കോടി പിന്നിടുന്നതും ഇത് ആദ്യമായാണ്. ഷാറൂഖ് ചിത്രം ജവാൻ നേടിയ 13.4 കോടിയെയും പത്താൻ നേടിയ 13.2 കോടിയെയുമാണ് ഇതോടെ രൺബീർ ചിത്രം മറികടന്നത്. 10.1 കോടി നേടിയ അമീർ ഖാൻ ചിത്രം ദംഗൽ, 8.75 കോടി നേടിയ ദുരന്തറിന്റെ ആദ്യ ഭാഗം എന്നിവയാണ് 4-5 സ്ഥാനങ്ങളിലുള്ള ബോളിവുഡ് സിനിമകൾ. ആഗോള ബോക്സ് ഓഫീസിൽ ദുരന്തർ 2 12 ദിവസങ്ങൾക്കകം 1400 കോടിക്കടുത്ത് നേടിക്കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് 1042 കോടിയും 350 കോടി ഓവർസീസിൽ നിന്നുമാണ് സിനിമ നേടിയിരിക്കുന്നത്. ആദ്യ ദിവസം ലോകമെമ്പാടും 240 കോടി നേടിയ ചിത്രം കൂടുതൽ റെക്കോർഡുകൾ നേടാനുള്ള കുതിപ്പിലുമാണ്. ദുരന്തർ ആദ്യ ഭാഗവും 1000 കോടി കടന്നിരുന്നു. ഇതോടെ തുടർച്ചയായി 2 സിനിമകൾക്ക് 1000 കോടി എന്ന റെക്കോർഡിൽ ഇനി രൺബീറിന്റെ പേരുമുണ്ട്. ഈ റെക്കോർഡ് നേരത്തെ ഷാറൂഖ് ഖാന് മാത്രം സ്വന്തമായിരുന്നു. ജവാൻ, പത്താൻ എന്നീ സിനിമകളിലൂടെ അടുപ്പിച്ച് 1000 കോടി ഷാറൂഖ് ഖാൻ നേടിയിരുന്നു. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ 5 ഭാഷകളിലാണ് ആഗോള റിലീസായി ദുരന്തർ ദ റിവെഞ്ച് എത്തിയത്. 4 മണിക്കൂറിനകത്ത് ദൈർഘ്യമുള്ള സിനിമയായിട്ടും ആൾക്കാരെ പിടിച്ചിരുത്തുന്ന മാജിക് ശരിക്കും ദുരന്തർ 2വിനെ കയ്യടിക്ക് അർഹമാക്കുന്നുണ്ട്.